ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരള പാഠാവലി അഥവാ മലയാളം ഫസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. അതിലുണ്ടായിരിക്കും ക്ലാസ് 9 സെക്കൻഡ് ടേം എക്സാം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസറും കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നിങ്ങളുടെ എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തേത്, മുഴുവൻ ഭൂമിയും ഒറ്റച്ചാല ഉഴുതുമറിക്കും വീര്യമോടെ. ഒറ്റച്ചാലായി ഉഴുതുമറിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്: ഒന്ന്, തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യം, തൊഴിലാളികളുടെ ഐക്യം, തൊഴിലാളികളുടെ ആത്മവിശ്വാസം, തൊഴിലാളികളുടെ കരുത്ത്. എന്താണ്? തൊഴിലാളികളുടെ ഐക്യമാണ് അല്ലേ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ഐക്യം. രണ്ടാമത്തേത്, നിനക്കിതിന് ആവില്ല മാധവ, ഞാൻ കാക്കുന്നില്ല. മാധവൻ്റെ ഏത് അവസ്ഥയാണ് ഇവിടെ തെളിയുന്നത്? ദയനീയത, കഴിവില്ലായ്മ, നിസ്സംഗത, നിസ്സഹായ അവസ്ഥ. ഏതാണ്? നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത്തെ ചോദ്യം, അത്തരം മനോഭാവം വെച്ചു പുലർത്താൻ പാടില്ല. ഏതു മനോഭാവത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത്, കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത്, പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത്, ഉപജീവനത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത്. ഏതാണ്? പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നത് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നാലാമത്തേത്, വൈദ്യുതാഘാതമേറ്റതുപോലെ അച്യുത മാമ ഞെട്ടിത്തരിച്ചു. അടിവരയിട്ട പദം വിഗ്രഹിച്ചാൽ ശരിയായത് ഏത്? ഏതാണ്? വൈദ്യുതിക്കുള്ള ആഘാതമാണോ, വൈദ്യുതിക്കുണ്ടായ ആഘാതമാണോ, വൈദ്യുതിയുടെ ആഘാതമാണോ, വൈദ്യുതിയും ആഘാതവുമാണോ? ഏതാണ്? ഇവിടെ വൈദ്യുതാഘാതമേറ്റ പോലെ അച്യുതമാമൻ ഞെട്ടി. അവിടെ എന്താണ്? വൈദ്യുതിയുടെ ആഘാതമാണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തേത്, അവരിൽ നിന്ന് 2 കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു. ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്ക് ശേഷം അവരെ ഗുരുവിൻ്റെ 2 വശത്തുമായി ഇരുത്തി. കുട്ടികളെ ചേർത്തിരുത്തിയതിലൂടെ ഗുരു സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് എന്ത്? സഹോദര സ്നേഹം, ജാതിയുടെ നിരർത്ഥകത, മനുഷ്യത്വം, തുല്യത. ഏതാണ്? ജാതിയുടെ നിരർത്ഥകതയാണ്. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കി മാറ്റി എഴുതുക. നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും. നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിലെ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും. ഇതെങ്ങനെ നമ്മൾ ഒറ്റ വാക്യമാക്കിയിട്ട് എഴുതും? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറു നിറയെ ഭക്ഷണം കഴിക്കുകയും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കിയിട്ട് എഴുതേണ്ടത്. ഏഴാമത്തേത്, ടൈം മാനേജ്മെൻറ്റിൻ്റെ സൂത്രങ്ങൾ ഉപയോഗിച്ച് സമയം പരമാവധി കുറക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് മണിക്കൂറിൻ്റെ കണക്കൊന്നും ഏൽക്കാത്തത്. ഉദ്ദേശം 6 മണിയോടെ മന്ത്രി എത്തുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ഉദ്ദേശം എന്നീ 2 പദങ്ങൾക്ക് 2 സന്ദർഭങ്ങളിലുമുള്ള അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക. ഇവിടെ ആദ്യം എന്താണ്? ടൈം മാനേജ്മെൻറ്റിൻ്റെ സൂത്രങ്ങൾ ഉപയോഗിച്ച് സമയം പരമാവധി കുറക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് അല്ലേ. ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ ലക്ഷ്യം എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഏകദേശം എന്ന അർത്ഥത്തിലാണ് രണ്ടാമത്തെ വാക്യത്തിൽ ഉദ്ദേശം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും എന്താണ്? 2 അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്ന് മനസ്സിലായി. എട്ടാമത്തെ ചോദ്യം, സംതൃപ്തിയുടെ അടിസ്ഥാനം അതാണ്, ജീവിത സാഫല്യം നേടുന്നതിനുള്ള മാർഗവും അതുതന്നെ. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? എന്താണ്? ഒരു ലേഖനം എഴുതുന്നതായാലും ചിത്രം വരയ്ക്കുന്നതായാലും തോട്ടപ്പണി എടുക്കുന്നതായാലും പ്രസംഗം ചെയ്യുന്നതായാലും എല്ലാത്തിനും നമ്മുടെ വ്യക്തിത്വം തെളിഞ്ഞു കാണണം. സംതൃപ്തിയുടെ അടിസ്ഥാനവും ജീവിത സാഫല്യവും നേടുന്നതിനുള്ള മാർഗവും അതാണ്. 9ാമത്തേത്, എൻ്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിലല്ല എന്ന സത്യം നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു അത്. മാധവൻ ഇങ്ങനെ ചിന്തിക്കാനിടയായ സാഹചര്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും മാധവൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? എന്തുകൊണ്ടായിരിക്കും? ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ് മാധവൻ. ഓഫീസിലെ തിരക്കുകൾ മൂലം കുടുംബകാര്യങ്ങൾക്കായി മാറ്റിവെക്കാൻ പലപ്പോഴും അയാൾക്ക് സമയം തികയാറില്ല. അച്ഛനെ ഓർമ്മയില്ലാത്ത മാധവന് കുട്ടിക്കാലത്ത് സ്നേഹവും വാത്സല്യവും നൽകിയ അച്യുതമാമ മാധവനെ കാണാനെത്തുന്നു. 2-3 തവണ വന്നിട്ടും മാധവനുമായി സംസാരിക്കാൻ അമ്മാമ്മയ്ക്ക് സാധിക്കുന്നില്ല. സംസാരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ തിരക്കുകൾ കൊണ്ട് അയാൾക്ക് അച്യുതമാമയെ ഒഴിവാക്കേണ്ടി വരുന്നു.
ഭാര്യയോടും മകനോടുമൊപ്പം ചിലവഴിക്കാനുള്ള സമയം പോലും അയാൾക്ക് കിട്ടുന്നില്ല. അത് അവരുടെ വാക്കുകളിൽ നിന്നും കേൾക്കേണ്ടി വന്നപ്പോഴാണ് ജീവിതം എൻ്റെ കയ്യിലല്ല എന്ന സത്യം മാധവൻ തിരിച്ചറിയുന്നത്. കഥാനായകൻ്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് തൊഴിലും തൊഴിലിടവുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണിത്. ഇനി 10ാമത്തെ ചോദ്യം, ഇടിവാളുകളായി കുളിരായഴക എടി പതറാതൊരധ്യക്ഷതയായി തരിച്ചു നിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. ഭൂമിയെ സമൃദ്ധവും സമ്പന്നവുമാക്കാനെത്തുന്ന തൊഴിലാളികളുടെ വർദ്ധിതമായ വീര്യം ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ? അഭിപ്രായം എഴുതാനാണ് പറയുന്നത്. അഭിപ്രായം പറഞ്ഞാൽ സ്വന്തം അഭിപ്രായമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഊശ്വരമായ ഭൂമിയെ സമൃദ്ധിയിലേക്ക് എത്തിക്കാൻ അണിയായി ഒരേ മനസ്സോടെ എത്തുന്ന തൊഴിലാളികളുടെ ചിത്രമാണ് ഈ വരികളിൽ കവി വരച്ചിടുന്നത്. കരുത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് തൊഴിലാളികൾ. ഇടിവാളുകൾ പോലെ ശക്തവുമാണ് അവരുടെ ചുവടുകൾ. എല്ലാ പ്രതിബന്ധങ്ങളെയും പൊരുതി തോൽപ്പിക്കാനുള്ള കരുത്തും അജയ്യമായ മനോഭാവമാണ് അവർക്കുള്ളത്. വേനലിൻ്റെ ഒടുവിൽ ഭൂമിയെ കുളിരണിയിക്കാനെത്തുന്ന മഴ പോലെ മണ്ണിന് ആശ്വാസവും പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് അവർ എത്തുന്നത്. ഹൃദയവേദനകളെ ഉള്ളിലൊതുക്കി അടിപതറാതെ ഐക്യത്തോടെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഇല്ലായ്മ ചെയ്യും എന്ന തീരുമാനത്തോടെ കരുതിയിറങ്ങിയ തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യവും കരുത്തുമെല്ലാം ഈ വരികളിൽ പ്രകടമാവുന്നുണ്ട്. ഇനി 11, യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരങ്ങളിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിച്ചു. ഏത് ആചാരത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ കടന്നു വരുന്നത്? വിലയിരുത്തി എഴുതാനാണ് പറയുന്നത്. ജാതിയുടെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചു നിർത്തിയിരിക്കുന്ന ആചാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർഷക തൊഴിലാളികൾ പകൽ മുഴുവൻ പണിയെടുക്കുന്നത് പണക്കാർക്കു വേണ്ടിയാണ്. ഈ തൊഴിലാളികളുടെ പൂർവികരും ഇങ്ങനെ തന്നെ അധ്വാനിച്ചിരുന്നവരാണ്. ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ പങ്കെടുത്ത കർഷക തൊഴിലാളികൾ ഈ വിവേചനം അനുഭവിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ടാണ് കൂട്ടത്തിൽ നിന്നും മാറി അവർ ഇരുന്നത്. ഇത് ഗുരുവിനെ വേദനിപ്പിച്ചു. അവരിൽ നിന്നും 2 കുട്ടികളെ വിളിച്ച് ഗുരു ഇടത്തും വലത്തുമായി ഇരുത്തി മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഗുരു പറഞ്ഞു. ഇത് പറയുമ്പോൾ ഗുരുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിക്കുന്ന നിമിഷങ്ങളായി അത് മാറി. അടുത്ത 12 വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത്. രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശ്ശിലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത്. ന്യയഹ അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിതാവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങളെ എത്രത്തോളം ആവിഷ്കരിക്കാൻ ഈ വരികളിലൂടെ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് വ്യക്തമാക്കാനാണ് അല്ലെങ്കിൽ വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ടായ വിപ്ലവകരമായ മാറ്റത്തിൻ്റെ സൂചനയാണ് ഈ വരികളിൽ കടന്നു വരുന്നത്. അന്നന്നത്തെ അധ്വാനം കൊണ്ട് അന്നന്ന് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലത്തിൻ്റെ സൂചനകളും അടിമ ജീവിതം അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളും ഇവിടെ തെളിയുന്നുണ്ട്. വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീട് എന്ന പ്രയോഗത്തിൽ അടിസ്ഥാന വർഗം അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളുടെ ചരിത്രം മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. വൃത്തിയാക്കാത്ത, മാറാല കെട്ടിക്കിടന്ന, തേച്ചുമിനിക്കാത്ത പാത്രങ്ങളുള്ള വീടും മുക്കട്ടയൊലിപ്പിച്ച് വൃത്തിഹീനമായി നിന്ന കുഞ്ഞുങ്ങളെയുമാണ് വേലക്കിറങ്ങിയപ്പോൾ മാതാപിതാക്കൾ കണ്ടിട്ടു പോയത്. തിരികെ കൂലിനെല്ലുമായി എത്തിയപ്പോൾ വൃത്തിയും വെടിപ്പുമുള്ള വീടും കുഞ്ഞുങ്ങളെയുമാണ് അവിടെ കാത്തിരുന്നത്. നവോത്ഥാന സമരങ്ങളുടെ പരിണതഫലമായി അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളെ ആവിഷ്കരിക്കാൻ ഈ വരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് 13. താതൊരു ജോലിയും ചെയ്യാതെ വെറും സുഖലോലുപരായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായവും KP കേശവമേനോൻ്റെ കാഴ്ചപ്പാടുകളും വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇവിടെ യാതൊരു ജോലിയും ചെയ്യാതെ സുഖലോലുപരായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന കാഴ്ചപ്പാടാണ് KP കേശവമേനോൻ അവതരിപ്പിക്കുന്നത്. പ്രകൃതി കനിഞ്ഞരുളിയ കഴിവുകൾ ഉപയോഗപ്പെടുത്താതെയുള്ള ജീവിതം മടുപ്പുളവാക്കുന്നതാണ്. നാം ജീവിക്കുന്ന സമുദായത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് വലിയ അനുഗ്രഹമാണ് എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നതിലൂടെ നാം നമ്മുടെ കഴിവുകളും ജീവിതം തന്നെയും നശിപ്പിച്ചു കളയുമായിരിക്കും ചെയ്യുക. സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്നതിലൂടെ നേടുന്ന ആനന്ദം മറ്റൊന്നിനും നൽകാനാവില്ല. ശരിയായ രീതിയിൽ ആസ്വദിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയൂ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിതിൻ്റെ അഭിപ്രായം. ചിലപ്പോൾ ഈ ചോദ്യം തന്നെ നിങ്ങളുടെ അഭിപ്രായം എഴുതാനും പറയും. അപ്പോൾ കൂട്ടുകാർ ഈ രീതിയിൽ എഴുതണം. 14 നല്ല വിരോധാഭാസം. മാധവനോട് ഇങ്ങോട്ട് പണം വാങ്ങാനല്ല ഞാൻ വന്നത്. അച്യുതമാമ ഇങ്ങനെ പറഞ്ഞ സാഹചര്യം എന്തായിരുന്നു? തന്നെ കാണാൻ വന്ന അച്യുതമാമ പണത്തിൻ്റെ ആവശ്യത്തിനാകും വന്നതെന്ന് മാധവൻ കരുതുന്നു. കുറച്ചു പണം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ മാധവൻ തിരുകി. ഈ സന്ദർഭത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പണം വാങ്ങാൻ വന്നതല്ല എന്ന് അച്യുതമാമ പറയുന്നത്. യഥാർത്ഥത്തിൽ തറവാട്ടു സ്വത്തിൽ നിന്നുള്ള ഓഹരിയിൽ മാധവനുള്ളത് നൽകാനും കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുമാണ് അച്യുതമാമ വന്നത്. 15 അച്ഛനെ ഓർമ്മയില്ലാത്ത എനിക്ക് ബാല്യത്തിൻ്റെ സംരക്ഷക പ്രതീകം അച്യുതമാമയായിരുന്നു. താമസിക്കാനൊന്നും എനിക്ക് വൈകമാകവ. തിരക്കില്ലെങ്കിൽ ഞാൻ വരണ്ട്. ഏതായാലും കുറച്ചു സമയം എനിക്ക് വേണം. നിനക്കിതിന് ആവില്ല മാധവ. ഞാൻ കാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കഴിച്ചു. ഈ വാക്കുകളിൽ തെളിയുന്ന അച്യുതമാമ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, കഥാപാത്രത്തിലെ സ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങളുടെ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇവിടെ നമ്മൾ നോക്കുന്നത് അച്യുതമാമയെ കുറിച്ചിട്ടാണ് അല്ലേ. അച്യുതമാമയുടെ കടന്നുവരവ് അവതരിപ്പിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. മാധവൻ്റെ തിരക്കു പിടിച്ച ഒരു ദിവസത്തിലേക്കാണ് അച്യുതമാമ എത്തുന്നത്. മാധവനോട് സംസാരിക്കാൻ കുറച്ചു സമയം വേണമെന്ന് അച്യുതമാമ ആവശ്യപ്പെടുന്നു. എന്നാൽ മാധവന് ഒരു നിമിഷം പോലും അദ്ദേഹത്തിനു വേണ്ടി മാറ്റിവെക്കാനല്ലായിരുന്നു. മാധവൻ്റെ ബുദ്ധിമുട്ടുകളും തിരക്കും മനസ്സിലാക്കി വന്ന കാര്യം പറയാതെ അദ്ദേഹം മടങ്ങുകയാണ്. അച്ഛനെക്കുറിച്ച് ഓർമ്മ പോലുമില്ലാത്ത മാധവന് അച്യുതമാമ അച്ഛനായിരുന്നു. ബാല്യത്തിൽ മാധവനെ സംരക്ഷിച്ചത്, സ്നേഹിച്ചത്, ലാളിച്ചത്, കൂട്ടായി മാറിയത് എല്ലാം കഥയിലുണ്ട്. വൈകാതെ തന്നെ അച്യുതമാമ മാധവനോട് സംസാരിക്കാനായിരുന്നു വീണ്ടും വരുന്നത്. അപ്പോഴും തിരക്കുമൂലം അദ്ദേഹത്തോട് സംസാരിക്കാൻ മാധവന് സമയം കിട്ടുന്നില്ല. എങ്കിൽ കൂടിയും യാതൊരു പരിഭവവും ഇല്ലാതെ അച്യുതമാമ മടങ്ങിപ്പോകുന്നു. പിന്നീട് ഞായറാഴ്ച അച്യുതമാമക്കായി മാധവൻ സമയം മാറ്റിവെക്കുന്നു. പറഞ്ഞ സമയത്തു തന്നെ അച്യുതമാമ മാധവനെ കാണാനെത്തി. പക്ഷേ തിരക്കിൻ്റെ ലോകത്ത് പെട്ടുപോകുന്ന മാധവന് അപ്പോഴും അച്യുതമാമക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. മനസ്സിൻ്റെ വേദന ഉള്ളിലൊതുക്കി അച്യുതമാമ പടിയിറങ്ങുന്നത് കഥയിൽ കാണാം. മാധവന് തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയിരുന്ന സ്ഥാനം കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തറവാടിൻ്റെ ഓഹരി മാധവന് കൈമാറിയിട്ട് എങ്ങോട്ടെന്നറിയാതെ പടിയിറങ്ങിപ്പോകുന്ന അച്യുതമാമയെയാണ് കഥാവസാനം നമുക്ക് കാണാനാവുക. ഇനി 16ാമത്തെ ചോദ്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അവനവന ആത്മസുഖത്തിന് ചരിക്കൂ, അവനവന് സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ദർശനങ്ങൾ ഇന്നും പ്രസക്തമാകുന്നത് എങ്ങനെ? പുറത്തു നിന്ന് ഒരു സന്ദേശം എന്ന പാഠഭാഗത്തെ ആശയങ്ങളും നിങ്ങളുടെ കണ്ടെത്തലുകളും ഉൾപ്പെടുത്തി ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഉപന്യാസത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു തലക്കെട്ട് കൊടുക്കാം, ഗുരുദർശനങ്ങളുടെ സാർവകാലിക പ്രസക്തി. ഓക്കെ, അങ്ങനെ നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. നമ്മുടെ നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യർ പല തട്ടുകളായി കഴിഞ്ഞ കാലത്താണ് ശ്രീനാരായണ ഗുരു രംഗത്ത് വരുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത മനുഷ്യർ സാഹോദര്യത്തോടെ ജീവിക്കുന്ന മാതൃകാസ്ഥാനമായിട്ടാണ് അദ്ദേഹം നാടിനെ സങ്കല്പിച്ചത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഈ ദർശനങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണ്. ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരം ഒഴിവാക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അദ്ദേഹം ശബ്ദിച്ചു. യുഗങ്ങളായി അകറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ ഗുരു ചേർത്തു നിർത്തി. അവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഏവരും സമന്മാരാണ് എന്ന സന്ദേശമാണ് ഗുരു നൽകിയത്. ഏറെ കാലമായി നിലനിന്ന അനാചാരത്തെയാണ് അദ്ദേഹം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. സ്വന്തം സുഖത്തിനായി നാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ സുഖത്തിനും പ്രയോജനപ്പെടണം. സ്വന്തം സുഖം മാത്രമല്ല മറ്റുള്ളവരുടെ സുഖവും നാം ലക്ഷ്യമാക്കണം എന്നാണ് ഗുരു പറയുന്നത്. സമൂഹജീവി എന്ന നിലയിൽ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും അപരനെ കൂടി പരിഗണിക്കേണ്ടി വരും എന്നാണ് ഗുരു അർത്ഥമാക്കിയത്. പ്രസംഗം, സംഭാഷണം, എഴുത്ത് എന്നിവയിലൂടെ ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ച ദർശനങ്ങൾ സാർവകാലിക പ്രസക്തിയുള്ളതാണ്. ഒരു ഉറുമ്പിനെ പോലും പീഡയുണ്ടാക്കാത്ത ജീവിതമാണ് നാം നയിക്കേണ്ടത് എന്നാണ് ഗുരു ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഗുരുദർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഇനി അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കവിതയുടെ ആശയം
ചമൽക്കാര ഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് ലോകർക്ക് ദീപ്തിയേകുവാൻ നിന്നു കത്തുന്ന സൂര്യൻ, ഭൂമിതൻ ദാഹമാറ്റുവാൻ പെയ്തു തീർക്കുന്ന മുകിൽ, അന്യർക്ക് വിശപ്പു മാറ്റുവാൻ ദേഹമാകുന്നു കനി, കാണികൾക്ക് ഉത്സവം തീർക്കാൻ തന്നെ എറുപ്പിച്ചു മലർ ചുറ്റിലും തണലേകുവാൻ വൃക്ഷമേൽപ്പിക്കുന്നു, വെയിൽ നല്ലത് ചെയ്യുവാനെത്ര സന്ദർഭമീ ലോകത്തിൽ, നന്മ തോന്നിയിടുവാൻ മനം നന്മ ചെയ്യുവാനുടൽ, നന്മകൾ നട്ടുകൊയ്യുവാൻ കേദാരം സ്വജീവിതം. രാവുണ്ണിയുടേതാണ്. ഇതിനാണ് ഒരു ആസ്വാദന കുറിപ്പ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നന്മകൾ ചെയ്യുവാനുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുന്ന കവിതയാണ് രാവുണ്ണിയുടെ നന്മ. ലോകത്തിന് പ്രകാശം നൽകിക്കൊണ്ട് കത്തിജ്വലിക്കുകയാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ നമുക്ക് വെളിച്ചമില്ല. ഭൂമിയുടെ ദാഹം അകറ്റാനാണ് മേഘം മഴയായി പെയ്യുന്നത്. മറ്റുള്ളവരുടെ വിശപ്പിനെ ഇല്ലാതാക്കാൻ തൻ്റെ ദേഹം തന്നെ ദാനം ചെയ്യുകയാണ് ഫലങ്ങൾ അഥവാ കനി. കാണുന്നവർക്ക് കണ്ണിന് ഉത്സവ കാഴ്ചയൊരുക്കി പൂക്കൾ നിറഞ്ഞ് ചെടികൾ നിൽക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിനെ സ്വയം ഏറ്റുവാങ്ങി ചുറ്റിലും തണൽ നൽകുന്നു മരങ്ങൾ. ഇങ്ങനെ മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യാൻ എത്രയെത്ര സന്ദർഭങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. ഇതെല്ലാം കണ്ട് നമ്മുടെ മനസ്സിലും നന്മ നിറയണം എന്ന് കവി ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ശരീരം, ഉടല് നന്മ ചെയ്യാനുള്ളതാണ്. നന്മകൾ മാത്രം വിതച്ചു കൊയ്തുന്ന ഈ വയലായി അഥവാ കേദാരമായി തീരണം നമ്മുടെ ജീവിതം എന്ന് കവി ഉപദേശിക്കുന്നു. ഈ കവിതയിലെ ദീപ്തിയേകുവാൻ, ദാഹമകറ്റുവാൻ, വിശപ്പാറ്റുവാൻ, തണലേകുവാൻ തുടങ്ങിയ പദങ്ങൾ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഗുണത്തിനായി ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഗുണത്തിനായി വരണം എന്ന ശ്രീനാരായണ ഗുരു സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കവിത. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.